നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പിൽ ആശ്വാസ കേന്ദ്രം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കുമെന്ന് നാട്ടിക MLA CC മുകുന്ദൻ. തിങ്കളാഴ്ച വീശിയ മിന്നൽ ചുഴലിയിൽ പാറളം പഞ്ചായത്തിലെ മുള്ളക്കരയിൽ വ്യാപക നാശം. ചേർപ്പ് പെരുമ്പിളിശ്ശേരി സെന്റർ റോഡ് അരികിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. ലഹരി വിൽപ്പനയെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയെന്ന് ആരോപിച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് യുവാക്കളെ വീട് കയറി ഭീഷണിപ്പെടുത്തിയതായി പരാതി. വിശദമായ വാർത്തകളിലേക്ക്. ചേർപ്പിൽ ആശ്വാസ കേന്ദ്രം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കുമെന്ന് നാട്ടിക MLA CC മുകുന്ദൻ പറഞ്ഞു. ഈ മഴക്കാലത്ത് നാട്ടിക നിയോജക മണ്ഡലത്തിൽ ഇതുവരെ 2 ആഴ്ചയിൽ കൂടുതൽ പ്രവർത്തിച്ച ദുരിതാശ്വാസ ക്യാമ്പ് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ JBS സ്കൂളിലാണ്. ദുരിതാശ്വാസ ക്യാമ്പ് നീണ്ടുപോയതിനാൽ കുട്ടികളുടെ പഠിപ്പ് മുടങ്ങി രക്ഷിതാക്കളും അധ്യാപകരും ആശങ്കയിലായിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളായ എട്ടുമന, കരുവന്നൂർ, മുത്തുള്ളിയാൽ, ഹെർബർട്ട് കനാൽ തുടങ്ങിയ മേഖലകളിലാണ് കൂടുതൽ വെള്ളക്കെട്ട് നേരിട്ടത്. ഈ സാഹചര്യം കണക്കിലെടുത്ത് വരും വർഷങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളില്ലാതിരിക്കാൻ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് സ്ഥലം കണ്ടെത്തി തരികയാണെങ്കിൽ പ്രളയ സാഹചര്യത്തിലും മറ്റ് ദുരന്തങ്ങൾ നേരിടുന്നവരെയും മാറ്റി താമസിപ്പിക്കാൻ ചേർപ്പ് ആശ്വാസ കേന്ദ്രം കെട്ടിടം നിർമ്മിക്കുന്നതിന് MLA ആസ്തി വികസന ഫണ്ട് അനുവദിക്കുമെന്ന് CC മുകുന്ദൻ MLA അറിയിച്ചു. പ്രധാനപ്പെട്ട പഞ്ചായത്തായ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഈ മഴക്കെടുതി മൂലം ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. ആ ദുരിതാശ്വാസ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ തന്നെ സ്കൂള് JBS സ്കൂളായിരുന്നു. ആ സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നത്. പക്ഷേ ക്യാമ്പ് 2 ആഴ്ച നീണ്ടുന്നപ്പോൾ അവിടുത്തെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കുട്ടികളുടെ പഠിപ്പ് മുടങ്ങും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിന്ന് മാറ്റി. എന്നാൽ തന്നെ നമുക്ക് ഇനിയും ഇങ്ങനൊരു അപകടസ്ഥിതി നമ്മുടെ പ്രദേശങ്ങളിൽ ഇല്ലാതിരിക്കാനും നമ്മൾ ക്യാമ്പ് തുറന്നു നടത്തുന്നതിന് ആവശ്യമായ സ്ഥലം, ഒരു വലിയൊരു ഹാള് പണിയുന്നതിന് ആവശ്യമായ നടപടി MLA എന്നതിൽ ആലോചിച്ചിട്ടുണ്ട്. അതിനെ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് സ്ഥലം അനുവദിക്കുകയാണെങ്കിൽ ആവശ്യമായ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ദുരിതാശ്വാസ. തിങ്കളാഴ്ച വീശിയ മിന്നൽ ചുഴലിയിൽ പാറളം പഞ്ചായത്തിലെ മുള്ളക്കരയിൽ വ്യാപക നാശം. മരവും മരക്കൊമ്പും വീണ് 5 വീടുകൾക്ക് നാശം സംഭവിച്ചു. വീടുകളുടെ മേൽക്കൂരയും ചുമരും തകർന്നു. കാറ്റിൽ ഓടുകൾ പൂർണ്ണമായും തകർന്നു. വാഴകൃഷിയും വ്യാപകമായി നശിച്ചു. ആർക്കും പരിക്കില്ല. 3 നില ക്ഷേത്രത്തിന് സമീപം കൈരളി നഗറിൽ പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. ഒരു 3 മണി സമയത്ത് കാറ്റിന്റെ ശബ്ദം കേട്ടാണ് എഴുന്നേറ്റപ്പോൾ പൂന്നുള്ള ശബ്ദം കേട്ടപ്പോൾ ഞാൻ മോനെ വിളിച്ചുകൊണ്ട് എനിക്കിങ്ങോട്ട് ഈ വാർത്ത സ്ഥലത്തേക്ക് ഓടിയപ്പോൾ ഈ മാവിൻ്റെ ഭയങ്കര ശബ്ദം ഇത്ര വന്നുള്ള ഒരു മാവിൻ്റെ കൊമ്പ് വീടിൻ്റെ ഉള്ളിലേക്ക് വന്നു. വീട്ടിൽ പറഞ്ഞ് ഓടൊക്കെ പറഞ്ഞു. ചിറ്റാട്ടുകരക്കാരൻ ആൻഡോ, എടപ്പലത്തെ ചന്ദ്രൻ, എടക്കാട്ടിൽ സുബീഷ്, എടക്കാട്ടിൽ പരമേശ്വരൻ, പഴയടത്ത് ഹരികരൻ എന്നിവരുടെ വീടുകൾക്കാണ് നാശമുണ്ടായത്. ആൻഡോയുടെ വീടിൻ്റെ മുകളിൽ വലിയ മാവ് വീണ് വാടകയ്ക്ക് താമസിക്കുന്ന ചക്കാലക്കൽ പ്രകാശിൻ്റെ കട്ടിൽ, TV, കമ്പ്യൂട്ടർ, അലമാര എന്നിവയ്ക്ക് കേടുപറ്റി. കഴിഞ്ഞ കൊല്ലം ഇതേ വീടിൻ്റെ മുകളിൽ തെങ്ങ് വീണിരുന്നു. 3 വീടുകളുടെ ബാത്റൂമും പൂർണ്ണമായും തകർന്നു. പ്രദേശത്ത് CC മുകുന്ദൻ MLA സന്ദർശിച്ചു. ഈ പ്രദേശത്ത് ഇങ്ങനൊരു അപകടസ്ഥിതി ഉണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇത് അന്വേഷിക്കാൻ വന്നത് നമ്മുടെ എത്രയും പെട്ടെന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായി സഹായം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നിഴൽ ചുഴലിക്കാറ്റാണ് പുതിയ പേരാണ് കേട്ടത്.
ഇതിന് മുമ്പ് ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞു, പക്ഷേ നേരെ ചുഴലിക്കാറ്റ് കേട്ടത് ഇപ്പോഴാണ്. അപ്പോൾ ആ കാറ്റ് കൊണ്ട് നമുക്ക് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാൻ ഇനിയും സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കാൻ നമ്മൾ അന്വേഷിച്ചപ്പോൾ കളക്ടർ കിട്ടിയില്ല. കളക്ടർ കിട്ടുമ്പോൾ ഡെപ്യൂട്ടി കളക്ടറോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ നടപടി സ്വീകരിക്കാനായിട്ട് ഇപ്പോൾ വില്ലേജ് ഓഫീസറുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസറോട് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നപ്പോൾ തന്നെ നമുക്ക് വളരെ ദയനീയമായ അവസ്ഥയാണ് കണ്ടത്. കാരണം പെട്ടെന്ന് വീടിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ പറ്റാത്തൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അടിയന്തരമായി ഈ കുടുംബങ്ങൾക്ക് അവരെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സഹായം ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ അകത്ത് സർക്കാരോട് ഇപ്പോൾ ചെയ്യണം, അടിയന്തരം ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അതിനൊരു സമയപരിധികളുണ്ട്. അപ്പോൾ സർക്കാർ എന്തായാലും ഇങ്ങനത്തെ ഒരു പ്രതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പോഴുള്ള കുടുംബക്കാർക്ക് ധൈര്യമായിട്ട് ഇരിക്കാം, പക്ഷേ ഒരു ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഭയപ്പാടൊന്നും പരിഹരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ തന്നെ അപ്പോൾ അതിന് പരിഹാരമായ രീതിയിലുള്ള ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ പ്രഖ്യാപനം ഉണ്ടായത്. ചേർപ്പ് പെരുമ്പിള്ളിശ്ശേരി സെന്റർ റോഡ് അരികിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. ചേർപ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ശങ്കർ പ്രസാദും സംഘവും ചേർന്നാണ് കഞ്ചാവ് ചെടി കണ്ടെടുത്തത്. ചെടിയുടെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ് അറിയിച്ചു. എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ TS സുരേഷ് കുമാർ, VR ജോർജ്, പ്രിവന്റ് ഓഫീസർ സന്തോഷ് ബാബു, സിജോമോൻ, പ്രസീത എന്നിവരും ഉണ്ടായിരുന്നു. കാണുമോ? ഫോട്ടോ എടുക്കാം. ലഹരി വിൽപ്പനയെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയെന്നാരോപിച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് യുവാക്കളെ വീട് കയറി ഭീഷണിപ്പെടുത്തി. നിരവധി ലഹരി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കിഴുപ്പുള്ളിക്കര ഏങ്ങണ്ടി 22 വയസ്സുള്ള അനന്തുവാണ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കിഴുപ്പുള്ളിക്കര നാരായണം കുളങ്ങര ക്ഷേത്രത്തിന് പരിസരത്ത് ഞായറാഴ്ച 4-നാണ് സംഭവം. വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി പൊറ്റേക്കാട്ട് ചന്ദ്രശേഖരന്റെ വീട്ടിലെത്തിയ പ്രതി വീട്ടിൽ കയറി അദ്ദേഹത്തിന്റെ മകനെ തിരക്കി. തുടർന്ന് വീട്ടുകാരെ അസഭ്യം പറഞ്ഞും വെല്ലുവിളിച്ചും ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. കുറച്ചു സമയത്തിനു ശേഷം പ്രായപൂർത്തിയാകാത്ത മറ്റൊരാളുമായി ബൈക്കിലെത്തിയ ഇയാൾ വടിവാൾ വീശി സമീപത്തെ വീടുകളിലും പൊതുവഴിയിലും ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. അന്തിക്കാട് SI അരിസ്റ്റോട്ടലിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പ്രതിക്കായി തിരച്ചിൽ ആരംഭിച്ചു. CA പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നാട്ടിക ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് കാവുങ്ങൽ ബഷീർ റജുല ദമ്പതികളുടെ മകൻ ജിഹാസ് ബഷീറിനെ നാട്ടിക MLA CC മുകുന്ദൻ ആദരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, CPIM നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KB ഹംസ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പർ നികിത P രാധാകൃഷ്ണൻ, കർഷക തൊഴിലാളി യൂണിയൻ നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി PV രാധാകൃഷ്ണൻ, CPIM നാട്ടിക ലോക്കൽ കമ്മിറ്റി അംഗം AM ദിൽഷാദ്, വാടക്കുളം ബ്രാഞ്ച് സെക്രട്ടറി ജിനോയ്, DYFI നേതാക്കളായ സോന, അഫ്സൽ, രമ്യ, സിമി, ജിനോയ്, ചിന്ന, കാർത്തിക്, അബ്ദുൽ ജബ്ബാർ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് മെമ്പർ ഐഷാബി, അബ്ദുൽ ജബ്ബാർ, NC ഗോപിനാഥൻ എന്നിവർ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. മഹാഗണപതി ഹോമത്തിന് സൂര്യകാലടി മന പരമേശ്വരൻ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സിനിമാ താരങ്ങളായ പ്രവീണ, മാളികപ്പുറം ഫ്രെയിം, ദേവാനന്ദ, പിന്നണി ഗായിക ശ്രേയ ജയദീപ്, ഇക്കോവാസ് ഇന്ത്യൻ ട്രേഡ് കമ്മീഷണർ CP സാലിഹ് എന്നിവർ വിശിഷ്ടാതിഥികളായെത്തി. കലാനിലയൻ രമേശൻ നയിച്ച പഞ്ചാരിമേളം, നന്ദനമാരാറും രാജുമാരാരും അവതരിപ്പിച്ച സോപാന സംഗീതം എന്നിവയുണ്ടായി. കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ KK വിഷ്ണുഭാരതീയ സ്വാമികൾ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ 100-ാം ജന്മദിനം ആഘോഷിക്കുന്ന പെരിങ്ങോട്ടുകര വടക്കുമുറി മാപ്രാണത്ത് പരേതനായ കുമാരൻ ഭാര്യ മീനാക്ഷിയെ വസതിയിലെത്തി ജന്മദിന ആശംസ നൽകി പ്രവർത്തകർ. റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സോമശേഖരൻ നെല്ലിപ്പറമ്പിൽ മീനാക്ഷി അമ്മൂമ്മയെ ഷാൾ അണിയിച്ചും മെമന്റോ നൽകിയും അനുമോദിച്ചു.
നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറയൻ അനുമോദന സദസ്സിൽ അധ്യക്ഷത വഹിച്ചു. പ്രമോദ് കണിമംഗലത്ത്, പോൾ പുലിക്കോട്ടിൽ, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, റിജു കണക്കത്ര, രേണുക റിജു, ബിനോയ് എന്നിവർ സംസാരിച്ചു. ഇത്രയും വയസ്സായിട്ടും ഞാനിത് അറിഞ്ഞപ്പോൾ ഇത്രയും വയസ്സായിട്ടുള്ളൊരു സംവിധാനം എളുപ്പമല്ല. നമുക്കൊന്നും ഇത് കാണാൻ പറ്റുന്ന യോഗം ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ എന്നിരുന്നാൽ പോലും അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് സമൂഹത്തിൻ്റെ ധാരയിൽ എത്തിക്കുകയും അതുപോലെ തന്നെ ഇതൊക്കെ ജനങ്ങളിലേക്ക് ഒരു അറിവ് നൽകണ്ടേ. ഇപ്പം നമ്മളിപ്പോൾ ചൈനയിലും മറ്റുള്ള ന്യൂസുകളും നമ്മുടെ പത്രക്കാരൊക്കെ അധികം കൊടുക്കാറ് 160 വയസ്സ് വരെ ജീവിച്ചു അല്ലെങ്കിൽ 100 വയസ്സ് വരെ ജീവിച്ചു. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ട് എന്ന് കാണിക്കുകയും അപ്പോൾ അവർക്കൊരു അനുമോദനം ഇപ്പോൾ ഈ ഒരു പരിപാടി അതുകൊണ്ടാണ് തലേദിവസം വെച്ച് ഞങ്ങൾ നാളെ വരാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്ന, പ്രത്യേകിച്ച് മീനാക്ഷി അമ്മാമയ്ക്ക് ഇപ്പോൾ 100ന്റെ എല്ലാവിധ ആശംസകളും നേരാണ്. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ സ്കൂൾ തല ശാസ്ത്രമേള നടന്നു. ശാസ്ത്രജ്യോതി 2024 റിട്ടയേർഡ് സയന്റിസ്റ്റ് ഡോക്ടർ TR ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയ സമിതി പ്രസിഡന്റ് TC തിലകൻ അധ്യക്ഷത വഹിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുരേഷ്, സ്കൂൾ മാനേജർ C രാകേഷ്, പ്രിൻസിപ്പാൾ KR വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. 32 ഇനങ്ങളിലായി LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി 500-ലധികം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. വൈക്കം മുഹമ്മദ് ബഷീർ, കുമാരനാശാൻ, P ഭാസ്കരൻ എന്നിവരെ അനുസ്മരിച്ച് പുരോഗമന കലാസാഹിത്യ സംഘം ചാഴൂർ യൂണിറ്റ് സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. സദസ്സ് ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരി ദീപ നിശാൻ, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം UK സുരേഷ് കുമാർ, ചേർപ്പ് മേഖലാ സെക്രട്ടറി TR പ്രകാശൻ, പ്രസിഡന്റ് KS സുരേഷ്, PV സിജുലാൽ, MK ലജിത് എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ, CT രഞ്ജിത്ത് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. സൗഹൃദ പടവരാട് 25ാം വാർഷികവും കുടുംബസംഗമവും നടന്നു. സംഗമം ഷീബ അമീർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ടോണി തോമസ് അധ്യക്ഷത വഹിച്ചു. സിനി ആർട്ടിസ്റ്റ് മിഥുൻ മുഖ്യാതിഥിയായി. സെക്രട്ടറി ആൻഡോ ജോസ്, കൗൺസിലർമാരായ നീതു ദിലീഷ്, ശ്യാമള വേണുഗോപാൽ, ട്രഷറർ ബിബിൻ ബേബി എന്നിവർ സംസാരിച്ചു. 2024-25 വർഷത്തേക്ക് പ്രസിഡന്റ് ടോണി തോമസ്, സെക്രട്ടറി ആൻഡോ ജോസ്, ട്രഷറർ ബിബിൻ ബേബി എന്നിവരെ തെരഞ്ഞെടുത്തു. പുഴയ്ക്കടിയിൽ മണ്ണിൽ കുടുങ്ങിയ അർജുനനെ രക്ഷിക്കാൻ ബ്രഡ്ജിംഗ് യന്ത്രം സജ്ജം. ടെക്നിക്കൽ പരിശോധനയ്ക്ക് തൃശൂരിൽ നിന്നുള്ള സംഘം ഷിരൂരിലേക്ക്. ഷിരൂരിൽ അർജുന്റെ രക്ഷാദൌത്യത്തിന് തൃശൂരിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് യന്ത്രം സജ്ജം. ടെക്നിക്കൽ പരിശോധനയ്ക്ക് തൃശൂരിൽ നിന്നുള്ള സംഘത്തിന് പുറപ്പെടാൻ അനുമതി ലഭിച്ചു. ഡ്രഡ്ജിംഗ് യന്ത്രത്തിന്റെ ഒരു ഓപ്പറേറ്ററും കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥനുമാകും ഷിരൂരിലേക്ക് പോവുക. അവിടെ എത്തി പരിശോധിച്ച ശേഷം യന്ത്രം കൊണ്ടുപോകുന്നതിൽ അന്തിമ തീരുമാനം എടുക്കും. 25 അടി താഴ്ചയിൽ വരെ ചെളി നീക്കം ചെയ്യാൻ സാധിക്കുന്നതാണ് യന്ത്രം. ഗംഗാവലിപ്പുഴയിലെ അടിയൊഴുക്കിൽ യന്ത്രം പ്രവർത്തിപ്പിക്കാനാകുമോ എന്ന് പരിശോധിക്കും. കാർഷിക ഗവേഷണ കേന്ദ്രവും കാർഷിക യന്ത്രവൽക്കരണ മിഷനും ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയതാണ് ജലോപരിതലത്തിൽ സഞ്ചരിക്കുന്ന ഡ്രഡ്ജിംഗ് യന്ത്രം. കോഴിക്കോട് മെറൈൻ ഇൻഡസ്ട്രീസിൽ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയതാണിത്. രക്ഷാദൌത്യം നിർത്തിവെക്കരുതെന്നും തുടരണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തയച്ചിരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ തുടരാൻ നിർദ്ദേശങ്ങൾ നൽകാൻ അഭ്യർത്ഥിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി അയച്ച കത്തിൽ പറഞ്ഞു. ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിച്ച് തിരച്ചിൽ തുടരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ടീമുകളുടെ ശ്രമങ്ങൾക്ക് മുഖ്യമന്ത്രി നന്ദി അറിയിച്ചു. പത്താഴക്കുണ്ട് ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്നു. വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നതിനാൽ അധിക ജലം പുറത്തേക്ക് ഒഴുക്കുന്നതിന്റെ ഭാഗമായാണ് 3 സ്പിൽവേ ഷട്ടറുകൾ 2 സെന്റിമീറ്റർ വീതം തുറന്നത്. വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നതിനാൽ അധിക ജലം പുറത്തേക്ക് ഒഴുക്കുന്നതിന്റെ ഭാഗമായാണ് പത്താഴക്കുണ്ട് ഡാമിന്റെ 3 സ്പിൽവേ ഷട്ടറുകൾ 2 സെന്റിമീറ്റർ വീതം തുറന്നത്. അധിക ജലം ഒഴുകിപ്പോകുന്ന പത്താഴക്കുണ്ട് ചീർപ്പ്, മിണാലൂർ തോട്, കുറ്റിയങ്കാവ് തോട്, പെരിങ്ങണ്ടൂർ തോട് എന്നിവയുടെ സമീപത്തുള്ള പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് മൈനർ ഇറിഗേഷൻ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന ക്ഷേത്ര കലാപരിപാടികളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. അവസാന തീയതി ഓഗസ്റ്റ് 17. കൂടുതൽ വിവരങ്ങൾക്ക് 9539736917. ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6340 രൂപ, പവന് 50,720 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പിൽ ആശ്വാസ കേന്ദ്രം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കുമെന്ന് നാട്ടിക MLA CC മുകുന്ദൻ. തിങ്കളാഴ്ച വീശിയ മിന്നൽ ചുഴലിയിൽ പാറളം പഞ്ചായത്തിലെ മുള്ളക്കരയിൽ വ്യാപക നാശം. ചേർപ്പ് പെരുമ്പിളിശ്ശേരി സെന്റർ റോഡ് അരികിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. ലഹരി വിൽപ്പനയെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയെന്ന് ആരോപിച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് യുവാക്കളെ വീട് കയറി ഭീഷണിപ്പെടുത്തിയതായി പരാതി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.